ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഈ ഫുട്ബോൾ എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വന്നേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഫുട്ബോളിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കൺട്രോൾസ് പഠിക്കുന്നതിനെ പറ്റി. അത് ബിഗിനേഴ്സിന് മാത്രം വേണ്ടി ഞാനൊന്ന് ചുമ്മാ കാണിച്ചാണ് കേട്ടോ, ചാലഞ്ചസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു മാച്ച് കളിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മാച്ചിൽ കയറാം. നമുക്ക് ഒരു ടീം സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അതർ ടീം ഇവരെനിക്കൊരു തുടങ്ങുമ്പോൾ നമുക്കൊരു ടീം തരും, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം. അപ്പം നമ്മൾ ഇതിനകത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയൊരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കൊറിയൻ ലീഗ് ഇവിടെ ഒന്നുമില്ല. അതേഴ്സ് കുറേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ണിപ്പിടും. നോക്കാം. മയാമി, ഇൻ്റർ മയാമി അല്ല കേട്ടോ, മയാമി എഫ് സി എന്ന് പറഞ്ഞൊരു ഇത് മയാമി ബീപ്പേ. കണ്ടിട്ട് ഇൻ്റർ മയാമിയുടെ ഒരു ഇതൊക്കെ ഉണ്ട്, പിങ്കൊക്കെ. നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. എഫ് സി ബ്രയൻ മങ്കിമുണ്ട്, അത് നമുക്ക് എടുക്കാം. അതെടുത്തിട്ട് നമുക്ക് ഈ ടീം വെച്ച് നമുക്ക് പോകാം. ഓക്കെ, ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിപ്പോൾ ഇതാണ് നമ്മുടെ ടീം. ഇപ്പോൾ നമുക്ക് ലീഗ് കളിക്കാം. അത് കിട്ടിയില്ല ഗൈസ്. നമുക്ക് ഈ ടീം വെച്ച് കളിക്കുക. എന്തായാലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇതാണ് നമ്മുടെ ടീം. ഇതൊന്നും നമ്മുടെ ഫുട്ബോളിൽ കളിക്കുന്ന ആൾക്കാരല്ല. ഇതിനകത്ത് തന്നെയുള്ള ഇവർ ക്രിയേറ്റ് ചെയ്ത തന്നെ ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ ബിഗിനർ, നമ്മൾ അത്രയ്ക്ക് ഇതല്ല, നമുക്ക് ആമച്വർ ലെവൽ കളിക്കാം. ആമച്വറാണ് റെഗുലർ കളിക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പോവാം. ഓക്കെ, ഇതാണ് സെറ്റ്. ഇത് ഒരു ഫിഫ കളിക്കുന്ന പോലെ ഒരു ഫീലുണ്ട്, പക്ഷേ ഫിഫയ്ക്ക് കാശ് കൊടുത്ത് കളിക്കണം. ഇതിനകത്ത് കാശ് കൊടുക്കണ്ട. ഇതിപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പാസ് കൊടുത്തു നമുക്കിങ്ങനെ പാസ് കൊടുത്ത് കളിക്കാം. ഗോള്. വാട്ടേ ഗോൾ. 3 മിനിറ്റിൽ തന്നെ ഗോൾ അടിച്ച്, കില്ലാടി തന്നെ. ഓക്കെ, അടുത്ത ഗോളിന് റെഡി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ ആയിരുന്നു. ഇപ്പോൾ ടാക്കിളൊക്കെ ചെയ്യാം കേട്ടോ, പക്ഷേ ടാക്കിൾ ചെയ്താൽ പെനൽറ്റി പോകും. അതുകൊണ്ട് ടാക്കിൾ ചെയ്യുന്നില്ല. ഗോൾ കീപ്പർ സേവ് ചെയ്തു. അതൊരു ഡം മൂവായിരുന്നു ആക്ച്വലി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിവിടെ കാണിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇതെനിക്കറിയാം. വീണ്ടും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തുടക്കത്തിലേ കാണിക്കും കേട്ടോ, പിന്നെ കാണിക്കില്ല. അപ്പോൾ നമുക്കിനി ഷൂട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഹെഡർ ചെയ്യുമ്പം മാക്സിമം നമ്മൾ ആ റെഡ് ലെവൽ വരെ പോകാതിരുന്ന് നോക്കണം. ഇപ്പോൾ കണ്ടോ, ഒരു ഗോള് പോയി. ആ റെഡ് ലെവൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യും, ചിലപ്പോൾ നമ്മളെ തന്നെ കിട്ടും. ഞാനിപ്പം ആവേശം കൂടി പിടിച്ചങ്ങ് ഞെക്കി, അതുകൊണ്ടാണ് അങ്ങനെ പോയത്. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈക്വലാണ് കേട്ടോ മാച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കിനിയും കൊടുക്കുമ്പം വേറെ ആൾക്കാർക്ക് കിട്ടി, പിന്നെ ഇവന് കിട്ടി. ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഗോൾ. ഇതിൻ്റെ ഇത് ജോഗാൻ ക്രീക്കോ എങ്ങനെയതുകൊണ്ടാ അതിൻ്റെ പേരൊക്കെ ഒരു മാതിരിയാ. ഇതൊന്നും ആ ടീമിൽ കളിക്കുന്ന ആൾക്കാരെ അല്ല കേട്ടോ, ഇത് വേറെ ഇവരുടെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം.
ഓക്കെ. ഓ സ്പീഡാ. ഇവനൊക്കെ ഏതാടെ? ഓ ആ കിട്ടി നമ്മളെ തന്നെ കിട്ടി ഭാഗ്യത്തിന്. ഇപ്പോൾ നമുക്ക് ഡ്രിബിളിങ് ഒക്കെ നമുക്ക് ഏകദേശമൊക്കെ അറിയാം. പക്ഷേ അത് ഈ മാച്ചിലൊക്കെ എടുത്ത് ഉപയോഗിച്ചാൽ ചീറ്റാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഷോ കാണിച്ചു. അയ്യോ, ഞാൻ വീണ്ടും ഓക്കെ കണ്ടോ. അതാണ് ഞാൻ ആ റെഡ് ഓവർ കൊടുത്തുകൊണ്ട് അടുത്ത ഗോളിനാന്ന് തോന്നുന്നു. നിൽക്കേ. ഓക്കെ. ഓ സ്കില്ലൊക്കെ ഇറങ്ങുന്നു, കില്ലാടി തന്നെ. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഇവിടുന്ന് മാറിപ്പോവാട്ടോ. നോക്കാം ഒരു ഷൂട്ട്. ഓ ക്ലോസ്. ഇപ്പം നമ്മളിപ്പം അടുത്ത അവരുടെ ഗോൾ കീപ്പർ കൊടുത്തു കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പോന്നു ബാക്കിലെടുക്കുക. ഓ ഡ്രിബിൾ ചെയ്തു അവരെ. എന്നിട്ട് കയറുകയാണ്. അവിടെ കയറാൻ അനുവദിക്കരുത്, പണിയാ. യെസ്, ഗോൾ കീപ്പർ സേവ് ചെയ്തു. ഗൈസ് ഇത് അയ്യോ, ഗോൾ കീപ്പറെ തന്നെ സേവ് ചെയ്തിട്ട് ഗോൾ കീപ്പർ തന്നെ പണി പറ്റിച്ചു. സാരമില്ല. നമുക്ക് ഇത് വെറും ലോ ക്ലാസ് പ്ലെയേഴ്സാണ് കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഗെയിമിനകത്ത് നമുക്കൊരു ടെമ്പററി ആയിട്ട് ഒരു പ്ലെയറിനെ വേണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് എടുക്കണം. മനസ്സിലായില്ലേ? അല്ലേ നമുക്ക് എപ്പോഴേലും ചെറിയ പൈസ കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്ക് ഇവർ ഗെയിം കളിക്കുമ്പോഴൊക്കെ ചെറിയ പൈസയെ കിട്ടും. ആ പൈസയ്ക്കൊന്നും പ്ലേയേഴ്സിനെ മേടിക്കാൻ പറ്റില്ല. ലൈക്ക് മെസ്സി, റൊണാൾഡോ ഒന്നും മേടിക്കാൻ പറ്റില്ല. പാക്ക് ഓപ്പൺ ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ലോണിൽ പ്ലെയറിനെ എടുക്കാം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിന് കാണിച്ചു തരാം. ആ ഷോട്ട് എടുത്താൻ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സമയത്ത്, അത് പോയി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കോർണർ കൊടുക്കാം. അപ്പം നെയ്മറാവാം നമുക്ക്, കുഴപ്പമില്ല. നെയ്മർ. നമുക്ക് ഈ വലിയ മാച്ചൊക്കെ കളിക്കുമ്പം പാസ് ചെയ്ത് കളിക്കാം. നിങ്ങൾ ബിഗിനറാണെങ്കിൽ എന്നാലേ ഒരു ഗോളെങ്കിലും അടിക്കാൻ പറ്റൂ. നമ്മളില്ലേ ഡ്രിബിൾ ചെയ്ത് പോകാനൊക്കെ നോക്കി ഈസി ആയിട്ട് ഇവന്മാരെടുക്കും. അതാ. അപ്പം നമുക്ക് ഈ ലോഫ്റ്റ് പാസ് കൊടുക്കാം. കയറി. ഓ നമുക്ക് ഹാഫ് ടൈം ആവാറായി. ഒരു എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഹാഫ് ടൈമായി. അപ്പം 2-2 ആണ് ഹാഫ് ടൈം. നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. പ്ലേയേഴ്സൊക്കെ റെസ്റ്റ് കഴിഞ്ഞിട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓ കിട്ടി. ചിലപ്പോൾ നമ്മളെ ലക്കിന് ഈ ബോളൊക്കെ കിട്ടും കേട്ടോ. അതെപ്പോഴും സംഭവിക്കണം എന്നില്ല. നമ്മൾ ബിഗിനറൊക്കെ ആണെങ്കിൽ ഡ്രിബിൾ ചെയ്യാൻ നോക്കുക, ഷൂട്ട് ചെയ്യുക. കണ്ടോ ഗോൾ. ഇവിടെ സെലിബ്രേഷൻ്റെ ഇതൊക്കെ ചിലപ്പോൾ തരും. അതുകൊണ്ടോ അവിടെ ഗോൾ സെലിബ്രേഷൻ. പിന്നെ ലാസ്റ്റ് നമ്മൾ ടൈലൊക്കെ നിൽക്കുവാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിച്ചാൽ എല്ലാവരും കൂടെ ചാടി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു ദിവസം ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അത് ഞാൻ ഷോ കാണിക്കാൻ നോക്കിയതാ, പക്ഷേ കുഴപ്പമില്ല. ഡ്രിബിളിങ്സ് എനിക്ക് ഇച്ചിരി അറിയാം. അതുകൊണ്ടോ പറ്റിച്ചല്ലേ. എന്താ ഉണ്ടോ ഡ്രിബിൾ ചെയ്തും ഉണ്ടോ. സ്കില്ലാണ് ഇതൊക്കെ. ഉണ്ടോ സ്കില്ലുണ്ടോ? അതൊക്കെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ സ്കില്ല് വർക്ക് ചെയ്തത്. നിങ്ങൾ ശരിക്കും കൂടെ ആൾക്കാരൊക്കെ ബിഗിനറാണെങ്കിൽ, നല്ല പ്ലെയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാം. ഞാനൊരു ആമേച്ചർ ലെവലൊക്കെയാണ്. ഞാൻ ഈ ഗെയിം അങ്ങനെ കളിക്കാറില്ല.
ഇപ്പം പാസ് റണ്ണാണോ, നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ റൺ ചെയ്ത് കൊടുത്താൽ ഇവന്മാർക്ക് എളുപ്പമാണ് എടുക്കാൻ. എന്നിട്ട് നമ്മൾ മാക്സിമം കീപ്പ് ചെയ്ത് പോകാൻ നോക്കാം. ചിലവന്മാരുണ്ട് ഒട്ടും ഉന്നമില്ല, ചിലപ്പോൾ ആകാശത്തൊക്കെ പോയിട്ട് വരും. അതുകൊണ്ട് അപ്പം അതൊക്കെ നമുക്ക് പേടിക്കണ്ട. അത് ഈ ആമച്ചർ ലെവലൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ഈ ടോപ്പ് പ്ലെയർ പ്രൊഫഷണലൊക്കെ എടുത്താൽ അയ്യോ, ഒറ്റ ഷോട്ട് പോലും മിസ്സാക്കത്തില്ല അവർ. എല്ലാം നല്ല പോലെ ഗോളാക്കും. എല്ലാവരെയും നമ്മുടെ ഡിഫൻസ് ഒന്നും അല്ലാതാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ആമച്ചർ എടുത്തത്. ഞാൻ ഈ ലോൺ പ്ലെയർ എടുക്കുമ്പോൾ പ്രൊഫഷണൽ എടുത്ത് കാണിച്ചു തരാം. അപ്പം നല്ല ഇതായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഞാൻ എങ്ങനെയാലും ഈ മാച്ചൊന്ന് ജയിക്കാൻ നോക്കുകയാണ്. ഇപ്പം നമ്മൾ 4-2 കേട്ടാണോ 0 സ്കോർ ഇപ്പം. അയ്യോ, പക്ഷെ അതൊരു ഗോളാവണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇത് കാരണം അത് പോയി. ഇതൊരു പന്ന പ്ലെയർ കേട്ടോ. അയ്യോ, എനിക്കിഷ്ടമേ അല്ല. 10ാം നമ്പർ ജേഴ്സി ഇട്ട് ഇറങ്ങിയേക്കുക മനുഷ്യനെ. മാച്ച് ഏകദേശം തീരാറായി കേട്ടോ കളിച്ച. ഓ, എന്തോ കാണിക്കുന്നടാ നീ. നീ എൻ്റെ ചറക്കൻ്റെ എടുക്കുമല്ലേ. ഉണ്ടോ എന്താണ്, നമ്മളൊരിക്കലും ഷോ കാണിക്കാൻ പോകരുത്. അതിൻ്റെ ഡബിൾ കാണിക്കും. ഈ മാച്ച് നമ്മൾ ജയിക്കും കേട്ടോ, കാരണം നമ്മളാണ് ലീഡ്. ഇത് ഓക്കെ, അങ്ങനെ നമ്മളെ വിജയശ്രീ ലാലിതനായിരിക്കുകയാണ്. തിരിച്ചു വന്നു. ഇപ്പം കൈയടിക്കണ്ട, ഞങ്ങൾക്കറിയാം. അതുകൊണ്ടിപ്പം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ലോൺ പ്ലെയറിനെയൊക്കെ എടുത്തൊരു വീഡിയോ ഞാൻ അടുത്ത വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.